ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനിയും ആരാരും വക്കീലും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. എന്തായാലും എനിക്ക് സന്തോഷമായി വക്കീലെ. വക്കീലിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. കാരണം നന്ദു ഈ കേസിൽ നിന്ന് ജയിച്ചുകൊണ്ട് അതിന് ദേവയാനി എന്നെയല്ല അഭിനന്ദിക്കേണ്ടത്, നന്ദുവിനെ തന്നെയാണ്. അവളൊരു മിടുക്കി കുട്ടിയാണ്, അതുകൊണ്ട് അവളെ അഭിനന്ദിച്ചാൽ മതി എന്നൊക്കെ പറയുവാണ്. ഈ സമയമാണെങ്കിൽ എല്ലാം കണ്ടുകൊണ്ട് നയന ഇങ്ങനെ ഓട്ടോറിക്ഷയിലിരുന്ന് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക. അപ്പോൾ അമ്മ തന്നെയാണ് മാരാർ വക്കീലിനെ ഏർപ്പാടാക്കിയതല്ലേ, എനിക്ക് സന്തോഷമായി. എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നും ആലോചിച്ചുകൊണ്ട് നയന ചേട്ടാ വണ്ടി തിരിച്ചു വിട്ടേരെ എന്നും പറയാം. അങ്ങനെ ഓട്ടോക്കാരനും നയനയും അവിടെ നിന്നും പോയി. ഈ സമയം ദേവയാനിയും എന്നാൽ ശരി ശരി അങ്കിളെ ഞാൻ പോട്ടെ, ശരി ദേവയാനി എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്നും പിരിയുവാണ്. ഈ സമയം ഓഫീസിലാണ് കാണിക്കുന്നത്. നയന എങ്ങനെ ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അന്ന് ദേവയാനി വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞത്, അതെ, കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾക്ക് കയറി ചെല്ലുന്ന കുടുംബവും സ്വന്തം കുടുംബമാണെന്ന് കരുതാൻ പറ്റും. അങ്ങനെ കരുതുന്ന പെൺകുട്ടികൾ അവരുടെ അച്ഛനും അമ്മയും വളർത്തിയത് അത്രയ്ക്ക് നന്നായിട്ടെന്നേ പറയാൻ പറ്റൂ. അങ്ങനെ ചിലർക്കൊക്കെ മാത്രമേ അത് അങ്ങനെ ചെയ്യാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നയന വീണ്ടും വേറൊരു കാര്യം ആലോചിക്കുക. കരളദാനം ചെയ്ത പെൺകുട്ടിയെ ഇവൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഇവൻ്റെ കൂടെ ചെന്നിട്ട് അത് ആരാണെന്നൊന്ന് അറിയണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇവനോടൊപ്പം പോയത്. പക്ഷേ അപ്പം തന്നെ എനിക്കറിയായിരുന്നു, എനിക്ക് ഓപ്പറേഷൻ ചെയ്ത ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് കരൾ എനിക്ക് തന്നത് ആരാണെന്ന് പറയാനേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അത് ആരാണോ എന്ന് ചോദിച്ച് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചാൽ അതല്ല എന്ന് പറയാൻ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും നിൽക്കുന്നതും അഭി ഇങ്ങനെ ആകെ നാണം കെട്ട് നിൽക്കുന്നതൊക്കെ ആലോചിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ നയന വീണ്ടും ആലോചിക്കുക. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത്, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഈ അമ്മ പിന്നെ മാരാർ വക്കീലിനെ ഏർപ്പാടാക്കി അതിനുശേഷം മറ്റു കാര്യങ്ങളൊക്കെ നടന്നത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അമ്മയ്ക്കപ്പോൾ എന്തൊക്കെയോ സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും എൻ്റെ ഊഹം ശരിയായി തുടങ്ങുകയാണ്. അമ്മ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു അമ്മയായിട്ട് മാറി, ഉറപ്പായിട്ടും അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവയാനി കയറി വരിക. ദേവയാനി വന്നതും ആദർശ് അമ്മ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ, അതെന്താടാ എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ എന്നും ചോദിക്കുകയാണ് നമ്മുടെ ദേവയാനി. അല്ലമ്മേ, അമ്മ ഒന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ. വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഏർപ്പാടാക്കായിരുന്നു. എനിക്കൊന്നും വേണ്ടടാ മോനെ, ഞാനിവിടേക്ക് ഒന്ന് കാണാൻ വന്നതാ. അവളിങ്ങോട്ട് വന്നതിന് ശേഷം ഞാനിങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. എന്തൊക്കെ കോലത്തിലാണ് ഇപ്പോൾ ജ്വല്ലറിയുടെ ഓഫീസ് ഇരിക്കുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് വന്നതാ. നയന ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇവിടെ മെച്ചപ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ അമ്മേ, അങ്ങനെ ഒരു കുറവും ഇവിടെ ഇല്ല എന്നൊക്കെ ആദർശ് പറയുക. അതൊന്നും നീ പറഞ്ഞാൽ പോരല്ലോ, ഞങ്ങൾക്കൂടെ ബോധ്യമാവണ്ടേ. എന്തായാലും ഞാനിവിടുത്തെ സ്റ്റാഫുകളൊക്കെ കണ്ടിട്ട് നാൾ കുറയായി, അതുകൊണ്ടൊന്ന് കാണാൻ വന്നതാ. എന്നാൽ ശരി, ഞാൻ അവരെയൊക്കെ കണ്ടിട്ട് അങ്ങ് പോവാം. ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അല്ലടാ നിനക്ക് സന്തോഷമായോ? എന്തിന്? അല്ല നന്ദു ജയിച്ചല്ലോ, അത് പിന്നെ ആകാതിരിക്കുമോ? എനിക്ക് മാത്രമല്ല, നയനയ്ക്കും നവ്യയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കിയതാണല്ലോ. ഇപ്പോൾ നന്ദു കള്ളക്കേസിൽ കുടുങ്ങിയതെന്ന് മാത്രമല്ല, അവൾ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു, നിരപരാധിയാണെന്ന് തെളിയുകയും ചെയ്തു. അതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ടമ്മേ. എന്നാലും മാരാർ വക്കീലിനെ ഏൽപ്പിച്ചത് ആരാന്നറിയില്ല. ഞാനോ മുത്തശ്ശനോ അച്ഛനോ ഒന്നും ആരെ ഏൽപ്പിച്ചിട്ടില്ല, പിന്നെ നയനയുടെ വീട്ടുകാരും ഏൽപ്പിച്ചിട്ടില്ല. മാരാർ വക്കീൽ കേസിന് ഫീസ് പോലും വാങ്ങിയില്ല. എന്താ സംഭവമെന്ന് ആലോചിച്ചിട്ട് അമ്മ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശങ്ങൾ നിൽക്കുമ്പോൾ ദേവേനെ സൈഡായിട്ട് ചിരിക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അനിയാണ്. അനി ഭയങ്കര സന്തോഷത്തോടെ മുകളിൽ നിന്ന് ഇറങ്ങി വരിക. അപ്പോഴേക്കും നമ്മുടെ അനാമിക എല്ലാം നഷ്ടപ്പെട്ട് എന്തോ പോയ അണ്ണാനെ പോലെ വരുന്നത് കണ്ട് അനിക്ക് ചിരി വരിക. വന്നോ? അല്ല നീ നന്ദുവിനെ ജയിലിൽ പോയി കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ എന്നും അനി ചോദിക്കുക. ഇത് കേട്ടതും നീ കളിയാക്കണ്ടടാ, എനിക്കറിയാം നിനക്ക് സന്തോഷമായിന്ന്. അതെ എനിക്ക് സന്തോഷമായി. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ എൻ്റെ നന്ദു നിരപരാധിയാണെന്ന് തെളിഞ്ഞിരിക്കുമെന്ന്. അവൾ നിരപരാധിയാ, അതുകൊണ്ട് അവൾ ചെയ്ത് തെറ്റല്ലാന്ന് അവൾ കോടതിക്ക് ബോധ്യമായി. അതുകൊണ്ട് അവൾക്ക് ഉറപ്പായിട്ടും രക്ഷപ്പെടാൻ പറ്റി. പിന്നെ മാരാർ വക്കീലൊരു മിടുക്കനായതുകൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത്, ജാമ്യം കിട്ടിയതും. ആര് പറഞ്ഞു അവൾക്ക് ജാമ്യം കിട്ടിയതെന്ന്? പിന്നെ മാരാർ വക്കീൽ മിടുക്കനായതുകൊണ്ടൊന്നും അല്ല, മാരാർ വക്കീലല്ല കേസ് വാദിച്ചത്, അവൾ തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ക്രെഡിറ്റും അവൾക്ക് തന്നെയാണ്. മാരാർ വക്കീലിനെ പോലെ ഞെട്ടിച്ചിട്ടാ നന്ദു കേസ് വാദിച്ചത്. അതുകൊണ്ട് നീയേ അവളെ ഒന്ന് കണ്ടു പഠിക്കേ, അതായിരിക്കും നല്ലത്. നിനക്കൊക്കെ അങ്ങനെ പറയാൻ പറ്റോടാ? അവളും അവളുടെ ചേച്ചിയും ഈ വീട്ടിലേക്ക് കയറി വന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ.
ആ അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാ എന്നൊക്കെ അനാമിക. അത് കേട്ടതും അങ്ങനെ കയറി വന്നുകൊണ്ട് ഭാഗ്യമായി എന്ന് ഞാൻ പറയും. എൻ്റെ ഏട്ടന്മാർക്ക് നല്ല ജീവിതം കിട്ടി. എന്നാൽ എൻ്റെ കാര്യം അപ്പം ഞാൻ നിനക്കൊരു ബാധ്യതയാണെന്നാണല്ലേ നീ പറയുന്നത്? അതെ, അങ്ങനെ തന്നെ. നീയും നിൻ്റെ അച്ഛനും അമ്മയും ഒന്നും ശരിയല്ല. നിൻ്റെ അച്ഛനെന്ന് പറയുന്നവനുണ്ടല്ലോ വേണു, അയാളുടെ ഭാര്യയും ശരിയല്ലടി. അതുകൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയത്. ഓഹോ, നീ പറയുന്ന നിൻ്റെ ഏട്ടത്തിയുടെ അച്ഛനും അമ്മയും നല്ലവരാണോ? ആ നന്ദനയുടെ അച്ഛനും അമ്മയും എന്ത് വൃത്തിയായിട്ടവരാന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണല്ലോ എനിക്ക് വലിയമ്മ തന്നത് സ്വർണങ്ങളെല്ലാം മോഷണം പോയത്. അതൊക്കെ ഏത് വഴിയാണ് പോയെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്തായാലും എനിക്ക് സന്തോഷമായി. എൻ്റെ ഏട്ടത്തിമാരെ കുറ്റം പറഞ്ഞ് നടക്കാതെ അവരെ കണ്ട് അനുകരിക്കാൻ പഠിക്കടി. എന്നാലേ നീയൊക്കെ നന്നാവും. നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇനി ഒരിക്കലും നല്ലതുണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണേ നീയും നിൻ്റെ അച്ഛനും അമ്മയും കൂടി ചെയ്യുന്ന ഓരോ ദ്രോഹങ്ങളും കണക്ക് ചോദിക്കാൻ നന്ദു ഉണ്ടാവും. എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നന്ദുവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയവരെ ഉറപ്പായിട്ടും കണ്ടുപിടിച്ച് അവളെ ആക്രമിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചോ. പിന്നെ അവളങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ ഒരു ചുക്കും ചെയ്യില്ലടി. കാരണേ നിരപരാധിയായ ഒരുത്തിയാ നിൻ്റെ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയത്. അങ്ങനെയുള്ളപ്പോൾ അവളെ എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് സാധിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിനക്ക് അവളെക്കുറിച്ച് വലിയ അറിവായിരിക്കും. അതെ, എനിക്ക് നല്ല അറിവുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിൽ നന്ദുവിനെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തായാലും നന്ദുവിനെ പോലെ ഒരു മിടുക്കി ഫ്രണ്ടിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അങ്ങ് പോവുക. ഈ സമയം അനാമിക ആകെ മൊത്തം നാണക്കേടായി. എന്തൊരു കഷ്ടമായത്. അവളെയും അവളുടെ ചേച്ചിമാരെ എങ്ങനെയെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കുന്നില്ലല്ലോ ഈശ്വര. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അനാമിക മുറിയിലേക്ക് പോവുകയാണ്. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന നമ്മുടെ നന്ദുവിനെയും കൂട്ടുകാരെയുമാണ്. നേരം പാതിരാത്രി ആയപ്പോൾ അവർ അനാമികയുടെ വീടിൻ്റെ വാതിക്കലെത്തി. എന്നിട്ട് എടാ ഹെൽമെറ്റ് ഇട്ടോ. ഇട്ടൂടി, ഞങ്ങൾ ഹെൽമെറ്റ് ഇട്ടു എന്നും പറഞ്ഞുകൊണ്ട് അവർ ഹെൽമെറ്റ് ഇടുക. പിന്നെ മുഖം മറച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളിതിൽ കുടുങ്ങണ്ട. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ മാത്രം കുടുങ്ങിയാൽ മതിയല്ലോ. അതുകൊണ്ടാണ് നിങ്ങളോട് മുഖം മറയ്ക്കാൻ പറഞ്ഞത്. എടാ അന്ന് ഇതുപോലൊരു സംഭവം ഉണ്ടായതുകൊണ്ടേ അവർ ചിലപ്പോൾ കഥ തുറക്കാൻ സാധ്യതയില്ല. പിന്നെ നമുക്ക് പിന്നാമ്പുറത്തൂടെ പോയാലോ? നിനക്ക് വാതിൽ തുറക്കാൻ അറിയാവുന്നതല്ലേ? പൂട്ടിയ വാതിൽ. എനിക്കറിയാടി. എന്നാൽ പിന്നെ വാ എന്നും പറഞ്ഞുകൊണ്ട് 3 പേരും കൂടെ പിന്നാമ്പുറത്തോടെ ചെല്ലുക. എന്നിട്ട് അകത്ത് കയറി അടുക്കള വാതിൽ തുറന്ന് കടപുടപടാന്ന് ശബ്ദം ഇടുക. പാത്രങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഈ സമയം രേവതി പതുക്കെ എഴുന്നേറ്റും. വേണുവേട്ടാ ഒന്ന് എഴുന്നേറ്റ് വേണുവേട്ടാ. എന്താ രേവതി? ഈ മനുഷ്യന് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും കൂർക്കം വലിച്ച് ഉറങ്ങുന്നതുകൊണ്ട് ഒരു കുറവുമില്ല. ഒന്ന് എഴുന്നേക്കാനാ പറഞ്ഞത്. എന്താടി, എന്താ പ്രശ്നം? അടുക്കളയിൽ കുറേ പാത്രങ്ങളൊക്കെ ഉരുണ്ട് വീഴുന്നു. ശബ്ദം കേൾക്കുന്നില്ലേ? വീണോ? എന്നിട്ട് എനിക്ക് കേട്ടില്ലല്ലോ. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് കേൾക്കാനാ? ഭൂകമ്പം ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് കേൾക്കില്ലല്ലോ. അങ്ങനെയല്ലേ കൂർക്കം വലിച്ചുറങ്ങുന്നേ? ഒന്ന് വന്നേ മനുഷ്യ. എൻ്റെ രേവതി നിനക്ക് തോന്നിയതാവും, സ്വപ്നമായിരിക്കും. ഇല്ല വേണുവേട്ടാ, ഞാൻ കേട്ടു എന്ന് പറയുമ്പോഴേക്കും വീണ്ടും പാത്രങ്ങൾ വീഴുന്ന ശബ്ദം. അത് കേട്ടത് വേണു, ശരിയാണല്ലോ, പാത്രങ്ങളൊക്കെ വീഴുന്നുണ്ട്. എന്താണെന്ന് വാ നോക്കാം. രേവതി സൂക്ഷിക്കണേ. കുറുവാ സംഘം ഇങ്ങനെയാണ് മനുഷ്യരെ ഉണർത്തുന്നത്. അതിനുശേഷം നമ്മൾ പോയി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ തലയ്ക്കടിച്ച് നമ്മളെ കൊന്നിട്ടുണ്ടാവും. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇത് കുറുവാ സംഘമൊന്നുമല്ല. കുറുവാ സംഘം ഇങ്ങനെ പാത്രം പടപടാന്നറിയോ? ഇത് പൂച്ചയോ മറ്റോ കയറിയതാ. നിങ്ങൾ വാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അവരുടെ കാലിലൊരു പാത്രം തട്ടിയതും ദേ കിടക്കുന്നു. പാത്രം ഇവിടം വരെ എത്തി. ഇപ്പം തന്നെ മനസ്സിലായില്ലേ ഇത് പൂച്ചയാണെന്ന് എന്ന് പറയുമ്പോഴേക്കും പിന്നിൽ നിന്നൊരു ചവിട്ട് കൊണ്ടതും വേണു തെറിച്ചുപോയി. ഒപ്പം രേവതിയും. ഈ സമയം എന്നെ കള്ളക്കേസിൽ കൊടുക്കുമല്ലേടാ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ നന്ദു ആഞ്ഞടിക്കുക. അടി ഭയങ്കര അടി, ഒരു 1.5 അടി. എൻ്റെ അമ്മയെ രക്ഷിക്കണേ, നാട്ടുകാരെ ഓടിവായോ എന്നൊക്കെ രേവതിയുടെ കരച്ചിലും. പക്ഷെ ഒരു നാട്ടുകാരും അവരെ രക്ഷിക്കാൻ ഓടി വന്നില്ല. ഈ സമയം എടി വാ പോകാം എന്നും കൂട്ടുകാരന്മാർ പറഞ്ഞപ്പോൾ നന്ദു അങ്ങനെ അങ്ങ് പോയാലോടാ. ഇവരെ തല്ലിയത് ആരാണെന്ന് ഇവർ കണ്ടോട്ടെ. നോക്കടാ, നിന്നെ തല്ലിയത് ഞാൻ തന്നെയാ. കള്ളക്കേസിൽ കുടുക്കി SI ട്രെയിനിങ്ങിന് പോകാനുള്ള എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തവനല്ലേ നീ. അങ്ങനെയുള്ള നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിച്ചോ? ഇതിൻ്റെ പേരിൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്കടാ. എനിക്കതിൽ ഒരു സങ്കടവും ഇല്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെ കേസ് കൊടുത്ത് കഴിയുമ്പോഴും ഞാൻ അകത്ത് പോകുന്നതിന് മുമ്പേ നീയൊക്കെ തന്നെ അകത്ത് പോകും. നീയും നിൻ്റെ ഈ കെട്ടിയോളും പിന്നെ നിൻ്റെയൊക്കെ പൊന്നാര മകളും. എന്തുകൊണ്ടാണെന്നറിയാമോ? ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് പാലിൽ വിഷം കലർത്തി കൊടുത്തത് ഉൾപ്പെടെ അവിടെ നിന്ന് കാണാതായ മാലയിൽ നിന്നും എല്ലാം തുടങ്ങും. അവസാനം അന്വേഷണം നിൻ്റെയൊക്കെ അടുത്തെത്തും. അങ്ങനെ
എത്തിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും നീയേ നാട് വിട്ടു പോകേണ്ടി വരും. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നീയും നിൻ്റെ ഭാര്യയും മകളും കൂടെ ജയിലിൽ കിടക്കേണ്ടി വരും. നോക്കിക്കോ, മാറിക്കങ്ങാട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ ചവിട്ട് ലാസ്റ്റായിട്ട് കൊടുത്തുകൊണ്ട് അവർ മൂന്നേരം അവിടെ നിന്ന് പോവുക. എൻ്റെ വേണുവേട്ടാ, എനിക്ക് തീരെ വയ്യ. ഷോ, എന്തൊരു ഇടിയായിരുന്നു. ശരീരം മൊത്തം ചതഞ്ഞു എന്നാ തോന്നുന്നേ. അവളൊരു പെണ്ണായതുകൊണ്ട് അവൾ എനിക്കിട്ട് നന്നായിട്ട് തന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. എന്ത് ചെയ്യാനാ രേവതി, തല്ലുന്നത് മുഴുവനും കിട്ടിയല്ലേ പറ്റൂ, പേടിച്ചല്ലേ പറ്റൂ. എന്നാൽ നിങ്ങളെന്നെ പിടിക്ക്. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങൾ ഈ മനുഷ്യനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനകയും ഗോവിന്ദനാണ്. ഇത്രയും നേരമായിട്ട് മോളെ കാണുന്നില്ലല്ലോ കനകയെ. അത് തന്നെ ഗോവിന്ദേട്ട എൻ്റെയും പേടി. ഞാൻ ചെല്ലുമ്പോഴേക്കും അവൾ ഭയങ്കര വേഗത്തിൽ അങ്ങ് പോകുമായിരുന്നു. എന്തെയാണെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്കാണെങ്കിൽ പേടിയായിട്ട് പേടില്ല. പേടിക്കൊന്നും വേണ്ട, മോളെവിടെയും പോകത്തൊന്നുമില്ല. എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറയുമ്പോഴേക്കും നന്ദു വന്നു. ദേ നന്ദൂട്ടം വരുന്നുണ്ട്. മോളെ, നീ ഇത് എവിടെയായിരുന്നു? ഞങ്ങൾ ആ അനാമികയുടെ വീട് വരെ ഒന്ന് പോയതാച്ചാ. എന്തിനാ ഇപ്പം അങ്ങോട്ട് പോയേ? ഒരു കാര്യം, കുറ്റം ചെയ്യാതെ തന്നെ കള്ളക്കേസിൽ കുടിക്കവരല്ലേ. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ അവരെ ഒന്ന് കാണണ്ടേ. ഒരു തെറ്റും ചെയ്യാതെ തന്നെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി ഒരു ദിവസം മുഴുവനും ലോക്കപ്പിലിട്ടു. പോലീസുകാരുടെ കുത്തുവാക്കുകൾ കേട്ട് എൻ്റെ കാത് അത്രയ്ക്ക് ദേഷ്യത്തോടെ നിൽക്കുമായിരുന്നു. കാരണം എന്നെ ഈ കള്ളക്കേസിൽ കുടിക്കവരുടെ കരണടിച്ചു പോയിക്കാൻ. എന്നിട്ട് മുളവരെല്ലാം ചെയ്തോ? നന്നായിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. കണക്ക് പറഞ്ഞ് കൊടുത്തിട്ടുമുണ്ട്. കേസ് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടത് മോളെ, അവരെങ്ങനെ കേസ് കൊടുത്താലോ? അങ്ങനെ കൊടുത്താലേ കുടുങ്ങാൻ പോകുന്നത് അവളുമാർ തന്നെയായിരിക്കും. അനാമികയുടെ അമ്മയും അച്ഛനും ഒക്കെ. കാരണം എന്തെന്നറിയാമോ? ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് പാലിൽ വിഷം കലർത്തിയത് ഉൾപ്പെടെ അവിടെ നിന്നും കാണാണ്ടായ മാലയുടെ കാര്യങ്ങൾ വരെ കുത്തിപ്പൊക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്തായാലും അമ്മ അച്ഛനും ധൈര്യമായിട്ടിരിക്കെ, ഒന്നും സംഭവിക്കില്ല. മോളെ, നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? നിനക്കിനിയും പോലീസ് ട്രെയിനിങ്ങിന് പോകണമെന്നും വലിയ താല്പര്യമൊന്നും ഇല്ല മോളെ. നിൻ്റെ ജോലി നീ കളയാനുള്ള പരിപാടിയാണോ? ഒരിക്കലും ഇല്ല അച്ഛാ. എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ അത് വീണ്ടും എനിക്ക് തിരിച്ചു പിടിക്കാം. എന്നാലും ഇനി മൊത്തത്തിൽ അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിലും എനിക്കൊരു സങ്കടമില്ല. അവളും അവളുടെ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് എൻ്റെ ചേച്ചിമാരോടും നമ്മുടെ കുടുംബത്തോടും ചെയ്തതൊന്നും വെറുതെ എനിക്ക് മറന്നു കളയാൻ പറ്റില്ല അച്ഛാ. എത്രയെന്ന് വെച്ചാൽ നമ്മൾ തലതാഴ്ത്തി പോകുന്നത്. ഇനി നോവിക്കാനുള്ളത് അനാമികയുടെ ശരീരമാണ്. അവൾ ഒറ്റൊരുത്തി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അവളെയും കൂടെ ചതച്ചാൽ, നന്നായിട്ട് ശരീരം നോവിച്ചാൽ പിന്നെ അടങ്ങിക്കോളുമല്ല. അല്ലെങ്കിൽ തന്നെ അനന്തപുരിയിൽ അവൾക്ക് അധികം നാൾ നിലനിൽപ്പില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് അവൾക്കും അറിയാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അകത്തേക്ക് പോവുക. ഈ സമയം എൻ്റെ ഈശ്വര, കനകെ, നിനക്ക് മോളെ തടയാറുന്നില്ലേ? മോൾ അങ്ങോട്ട് പോയപ്പോൾ വേണ്ടാന്ന് പറയാറുന്നില്ലേ? ഞാൻ എന്ത് ചെയ്യാനാ എൻ്റെ ഗോവിന്ദേട്ടാ? ഞാൻ ഓടി ചെല്ലുമ്പോഴത്തേക്കും അവൾ സ്കൂട്ടർ സ്റ്റാർട്ടാക്കി അങ്ങ് പോകുമല്ലായിരുന്നോ? ഈശ്വര, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത്? മനസ്സിന് ഒരു സമാധാനം ഇല്ല കനകെ. എന്ത് ചെയ്യാനാ ഗോവിന്ദേട്ടാ? നമ്മൾ അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. അതെ, അനാമികയും കുടുംബവും നമ്മുടെ കുടുംബത്തോട് ചെയ്യുന്നത് നിസ്സാര കാര്യങ്ങളാണോ? എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകെ അങ്ങ് പോവുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. നേരം വെളുത്തപ്പോൾ തന്നെ ദേവയാനി അടുക്കളയിൽ കയറി ചായ ഇടുക. എല്ലാ സത്യങ്ങളും അറിഞ്ഞ നയന പതുക്കെ ദേവയാനിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ദേവയാനി ഒന്നും അറിയാതെ ഇങ്ങനെ ചായ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നയന അടുത്തേക്ക് ചെന്നു. അടുത്തേതതും നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിന്നോട് മുറി തന്നെ ഇരിക്കാനല്ലേ പറഞ്ഞത്? ഞാൻ ചായ അങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നല്ലോ. അല്ലമ്മേ, ഞാനിവിടേക്ക് വന്നത് എന്താ കുഴപ്പം? അമ്മയെ ഒന്ന് സഹായിക്കാമെന്ന് കരുതി വന്നതാ. ഓ, എന്നെ ആരും സഹായിക്കൊന്നും വേണ്ട. എനിക്കങ്ങനെ സഹായിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ എന്നെ സഹായിക്കേണ്ട ഒരു കാര്യമില്ല എന്നും പറയണം. അത് കേട്ടതും നമ്മുടെ നയന, അമ്മേ, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഈ വീട്ടിലെ അടുക്കള ജോലികളൊക്കെ ചെയ്ത് ഈ വീട്ടുകാരെ നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കാനാ. അല്ലാതെ കമ്പനിയിലൊന്നും പോയി ജോലി എടുക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ഓ, എന്നിട്ട് നിൻ്റെ മോന്ത ഞാൻ ഏത് നേരം കാണുമായിരിക്കും എന്നും ദേവയാനി. അല്ലമ്മേ, അത് പിന്നെ എനിക്ക് അമ്മയെ സഹായിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമൊന്നും വേറെ ഇല്ലമ്മേ എന്നും നയന പറയാ. അത് കേട്ടതും എന്നാൽ എനിക്കതിന് താല്പര്യമില്ല. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നീ അതിലൊന്നും വന്ന് തൊടുക പോലും ചെയ്യരുത്. എനിക്ക് പേടിയാ എന്നും പറയണം. അപ്പോൾ നയന, പേടി എന്തിനെങ്ങനെ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമേ എന്ന് മനസ്സിലാലോചിക്കുക. നീ എന്തിനാ ചിരിക്കുന്നേ? ഏയ്, ഞാൻ ചിരിച്ചൊന്നുമില്ലമ്മേ. വെറുതെ അമ്മയുടെ ഓരോരോ സ്വഭാവങ്ങളെക്കുറിച്ച് ഓർത്തിങ്ങനെ ഓരോന്ന് ആലോചിച്ചതാ. ശരി, എന്നാൽ പോയിക്കോ. നിനക്ക് ചായ അങ്ങോട്ട് കൊണ്ടുവന്നേക്കാം. ഏയ് വേണ്ടമ്മേ, ഞാൻ ഇവിടെ ഇരുന്ന് കുടിച്ചോളാം. നിന്നോട് പോകാനല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും അനാമിക വരിക. മോള് വന്നോ?
മോൾക്ക് ചായ വേണോ മോളെ? എനിക്ക് ചായ ഒന്നും വേണ്ട വല്യമ്മേ, ഞാൻ ആകെ സങ്കടത്തിലാണ്. എന്തു പറ്റി? ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അച്ഛനും അമ്മയെ ആരോ തല്ലി, അവരുടെ ശരീരം മുഴുവനും ചതച്ചു. അയ്യോ, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയ മോളെ? ഇല്ല വല്യമ്മേ, നല്ല ചതവുണ്ടെന്ന് അമ്മ പറഞ്ഞത്. ഞാനൊന്ന് വീട് വരെ പോവുക. ശരി മോള് പോയിട്ട് വാ. എൻ്റെ അമ്മയും അച്ഛനും തല്ലിയവരാരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവരുടെ ചേച്ചിമാർ ഇവിടെ നിൽക്കുന്നുമുണ്ട്. അത് കേട്ടതും നമ്മുടെ നയന, കാര്യം അറിയാതെ എൻ്റെ അനിയത്തി വെറുതെ കുറ്റപ്പെടുത്തരുത്. നിങ്ങളവരെ കള്ളക്കേസിൽ കുടിക്കിയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പ്രതികാരം ചെയ്തിട്ടുണ്ടാവുക. ഇനി എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നും നയന ഈ സമയം ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക അങ്ങ് പോകുമ്പോൾ ദേവയാനി ചോദിക്കുക, എന്താടി ഇനി നന്ദുവോ മറ്റോ ആണോ അനാമിക മോളുടെ അച്ഛനമ്മയും തല്ലിയത്? എനിക്കറിയില്ലമ്മേ. ഇനിയിപ്പോൾ അവൾ തല്ലിയാലും അത്ഭുതമൊന്നുമില്ല. കാരണം അവളുടെ SA സെലക്ഷന് പോകാതെ ഈ അവസ്ഥയിലാക്കിയതും അവളെ കുടുക്കിയതും അനാമികയുടെ അച്ഛനും അമ്മയാണ്. അത് നിനക്കെങ്ങനെ അറിയാം? അങ്ങനെ ഒരു സംശയം എനിക്ക് മാത്രമല്ലമ്മേ, എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും ദേവയാനി നയനയെ നോക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.